എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പ് ഇന്ന് പുറത്തിറങ്ങിയ ഞായറാഴ്ച പതിപ്പുകളിൽ എന്തുകൊണ്ടും വ്യത്യസ്തം മാത്രമല്ല, വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ അറിവുകൾ അല്ലെങ്കിൽ അവർ അറിയാൻ വേണ്ടി ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ചില സൂചനകളാണ് ഈ ഞായറാഴ്ച പതിപ്പിലുള്ളത്. അതായത് ബിജു പ്രഭാകരൻ്റെ പുതിയ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നു. റവന്യൂ, പൊതുമരാമത്ത്, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, സാമൂഹിക നീതി തുടങ്ങി നിർണായക വകുപ്പുകളുടെ ചുമതല വഹിച്ച IAS ഉദ്യോഗസ്ഥൻ താൻ നേർസാക്ഷിയായ പകൽ കൊള്ളകൾ ഇതാദ്യമായി വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥൻ താൻ സാക്ഷ്യം വഹിച്ച പകൽ കൊള്ളകൾ വെളിപ്പെടുത്തുകയാണ്. ഭരണസിരാകേന്ദ്രങ്ങളിൽ നടക്കുന്ന അട്ടിമറികളുടെ നേർചിത്രം കാട്ടിത്തരുന്നു. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും നേർക്കാഴ്ചകളിലേക്ക് ഒരു കണ്ണാടി പിടിക്കുന്നു. മനോരമ ബുക്സാണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. എന്താണ്? നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ. ഇത് മെയ് 1 ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. മെയ് 1 പുറത്തിറങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതാണ് AS ഉല്ലാസിൻ്റെ ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് ഈ ഞായറാഴ്ച പതിപ്പിനെ സമ്പന്നമാക്കുന്നത്. ഇതിൽ പറയുന്നത്, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അഴിമതിയുടെ മലിനമണം കെട്ടിക്കിടക്കുന്നുണ്ട്. സ്വജനപക്ഷപാതത്തിൻ്റെയും പകൽക്കൊള്ളയുടെയും അഴുക്കുപിടിച്ച ഓടകളാണവ. പതിറ്റാണ്ടുകൾ ഇത്തരം അഴിമതി കൂമ്പാരങ്ങൾക്കിടയിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു ഉദ്യോഗസ്ഥൻ താൻ കണ്ടതും കേട്ടതുമായ പകൽ കൊള്ളകളുടെ നേർസാക്ഷ്യങ്ങൾ പുസ്തകമായി എഴുതുമ്പോൾ അതൊരുപാട് സർക്കാരുകളുടെ ആത്മകഥ കൂടിയാവുകയാണ്. ഇതൊരൊറ്റ സർക്കാരിൻ്റെ മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷം നമ്മെ ഭരിച്ചു മുടിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിൻ്റെ മാത്രമല്ല, അതിന് തൊട്ടുമുമ്പ് ഉമ്മൻചാണ്ടി, അതിന് തൊട്ടുമുമ്പ് VS, അതിനു മുമ്പ് അങ്ങനെ ഇതിന് കേരളത്തിലെ നിരവധിയായ സർക്കാരുകളുടെ പകൽക്കൊള്ളകളാണ് ഈ പുസ്തകത്തിൽ ബിജു പ്രഭാകർ വിവരിക്കുന്നത്. സർക്കാരിൽ ഏറെ സുപ്രധാന പദവികൾ വഹിച്ച ബിജു പ്രഭാകർ എന്ന IAS ഉദ്യോഗസ്ഥൻ എഴുതിയ ഈ അനുഭവ സാക്ഷ്യത്തിന്റെ പേര് തന്നെ അന്വർത്ഥമാണ്. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ. നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര്. ഇതിലെ കഥകൾ ഓരോന്നും നമ്മെ അമ്പരപ്പിക്കും, ഞെട്ടിക്കും. അധികാരത്തിലിരിക്കുന്നവർക്കെല്ലാം പ്രിയപ്പെട്ടവർ ഒരേ ആളുകളാണെന്നും ആര് ഭരിച്ചാലും പ്രധാനപ്പെട്ട കരാറുകളൊക്കെ ഒരേ കമ്പനികൾക്കാണെന്നും മുഖങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ എന്നും നമ്മെ പഠിപ്പിക്കും. ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ. നമ്മൾ സാധാരണ വോട്ട് ചെയ്തിട്ട് ഒരു ഭരണത്തെ മാറ്റി മറ്റൊരു ഭരണത്തെ പ്രതിഷ്ഠിക്കും. പക്ഷേ ഈ അഴിമതി നടത്തുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അഴിമതിയുടെ ദല്ലാളന്മാർ എല്ലാം ഒരേ കക്ഷികൾ തന്നെയായിരിക്കും. മുഖങ്ങൾ ചിലപ്പോൾ മാറും, പക്ഷേ വ്യക്തികൾ എല്ലാം ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. ലോകബാങ്ക് സഹായത്തോടെ സംസ്ഥാനത്ത് നടന്ന റോഡ് നിർമ്മാണത്തിന്റെ ഒരു കഥ ബിജു പ്രഭാകർ എഴുതുന്നുണ്ട്. നിർമ്മാണത്തിന് വേണ്ടി 1800 ക്യൂബിക് മീറ്റർ പാറ പൊട്ടിക്കണമായിരുന്നു. 1800 ക്യൂബിക് മീറ്റർ പാറ പൊട്ടിക്കണമായിരുന്നു. പക്ഷേ അന്നത്തെ സർക്കാരിന്റെ ഇഷ്ടപ്പെട്ട 3 അക്ഷര നിർമ്മാണ കമ്പനിയിലേക്ക് കരാർ വന്നപ്പോൾ ഇത് 1800 നിന്ന് 1.8 ലക്ഷം ക്യൂബിക് മീറ്റർ ആയി. വളരെ ചെറിയൊരു 2-3 പൂജ്യങ്ങൾ കൂട്ടിച്ചേർത്തു. പക്ഷേ അന്നത്തെ സർക്കാരിന്റെ ഇഷ്ടപ്പെട്ട 3 അക്ഷര നിർമ്മാണ കമ്പനിയിലേക്ക് കരാർ വന്നപ്പോൾ ഇത് 1800 നിന്ന് 1.8 ലക്ഷം ക്യൂബിക് മീറ്റർ ആയി. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ കഴിയാൻ പോകുന്ന പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ഊരാളുങ്കലിന് എങ്ങനെയൊക്കെയാണ് കരാറുകൾ കൊടുത്തത്, ഒരു ടെൻഡറുമില്ലാതെ, അല്ലെ? ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പതാ ഏറ്റവും അവസാനം മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരിതബാധിതർക്ക് സാധാരണ രീതിയിൽ അവിടെ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ ആദ്യമായി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കണം. എത്ര മാത്രം സൗകര്യങ്ങൾ വേണം, തറ വിസ്തീർണം എത്ര വേണം, എന്തൊക്കെയാണ് അതിൽ സജ്ജീകരണങ്ങൾ വേണ്ടത്, എത്ര തുകയാകും, ഇതിൻ്റെ നിർമ്മാണ ചെലവ്, അത് സംബന്ധിച്ച് ആദ്യം തന്നെ ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് എന്നിട്ടാണ് ടെൻഡർ വിളിക്കുക. അങ്ങനെ വ്യത്യസ്ത ടെൻഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വിശ്വാസയോഗ്യമായ ഏറ്റവും കുറഞ്ഞ തുക ആരാണ് കോട്ട് ചെയ്തത് എന്നൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുക. അതിന് പകരം വയനാട് ചെയ്തത് എന്താണ്? ഊരാളുങ്കലോട് പറഞ്ഞു വീടുണ്ടായിക്കോളാൻ. എന്നിട്ട് ഊരാളുങ്കലാണ് പറയുന്നത്, ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വീടിന് 26,95,000 രൂപയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടിന്. അത് സർക്കാർ വിശ്വസിച്ചു. ഒരു അണാ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. 26,95,000. ഇനി ഒരു പക്ഷേ വീടിന്റെ പണിയൊക്കെ തീരുമ്പം ഊരാളുകൾ ചിലപ്പം പറയും 26 ലക്ഷം അല്ല 36 ലക്ഷം അല്ലെങ്കിൽ 46 ലക്ഷം എന്നൊക്കെ പറയാം. എന്താ പ്രശ്നം? ഇവിടെ 800 കോടി നമ്മൾ കൊടുത്ത പൈസ കിടക്കുന്നുണ്ട്.
അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പൈസ നാം നമ്മെ തന്നെ കൊള്ളയടിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ 1800 ക്യൂബിക് മീറ്റർ പാറ പൊട്ടിക്കേണ്ടത് ഒരു ഉത്തരവ് മാറ്റിയിട്ട് സ്വന്തം നിർമ്മാണ കമ്പനിക്ക് കൊടുക്കുമ്പോൾ എത്രയാക്കിയത് 1.8 ലക്ഷം ക്യൂബിക് മീറ്റർ ആക്കി. ഫയലിൽ നടത്തിയ ഈ അട്ടിമറിക്ക് സർക്കാരിൽ നിന്ന് കമ്പനിയിലേക്ക് അധികമായി ഒഴുകിയത് 65 കോടി രൂപ. അപ്പോൾ ഈ കമ്പനിയിലേക്ക് സർക്കാരിൽ നിന്ന് 65 കോടി രൂപ, ഈ 2 കൂട്ടിയപ്പോൾ 65 കോടി രൂപ ഈ കമ്പനിക്ക് കിട്ടുന്നു. ഈ 65 കോടി രൂപ കമ്പനിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു 50 കോടിയോളം, എത്ര ശതമാനം കണക്കാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകാം, 50 കോടിയോളം തുക പോകുന്നത് ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ്? നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ കൂലിപ്പണി രാജൻ എന്നൊക്കെ പറയുന്ന ഈ മാതിരിയുള്ള നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ പോക്കറ്റിലേക്ക് അവർ കൊള്ളയടിക്കുന്നു. അപ്പോൾ ഈ കൊള്ളയടിക്കൽ എത്ര എളുപ്പമാണെന്ന് നോക്കിയേ. ഇത്തരത്തിലുള്ള കൊള്ളകളെ കുറിച്ചാണ് ബിജു പ്രഭാകർ പറയുന്നത്. ബിജു പ്രഭാകറുമായി സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സർക്കാർ ഫയലുകൾക്ക് ചെസ് കളത്തിന്റെ രൂപമാണ് തോന്നുക. ചെസ് കളത്തിന്റെ രൂപമാണ് തോന്നുക. മനുഷ്യ ജീവിതത്തെ ചുവപ്പ് നാടകളിൽ കുരുക്കിയിട്ട് സമർത്ഥമായി കരുക്കൾ നീക്കി കോടികൾ കൊയ്യുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അങ്കണവാടികൾ മുതൽ കോടതി നിർമ്മാണം വരെ നടക്കുന്ന അഴിമതിയുടെ പഴുതുകളെക്കുറിച്ച് നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തകത്തിൽ പറയുന്നു. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതായിരുന്നല്ലോ ഏറ്റവും അവസാനത്തെ ഒരു വെളിപ്പെടുത്തൽ. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമ്മുടെ കുഴൽനാടൻ നടത്തിയ ഒരു പത്രസമ്മേളനം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അതായത് ഈ 2018 ആ പ്രളയത്തിന് കാരണം കുറച്ച് കരിമണൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുറച്ചല്ല, ഏതാണ്ട് ഒരു 300 കോടിയുടെ കരിമണൽ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡാം തുറന്നില്ല. അങ്ങനെയാണ് ഏറ്റവും അവസാനം ഗതിയില്ലാതെ ഡാം തുറക്കേണ്ടി വന്നതും 500-ലേറെ മനുഷ്യർ മരണമടഞ്ഞതും ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ. എന്നിട്ടൊന്നും ആർക്കും കുലുക്കമില്ല. നീ ആ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് പോലും എന്ന് പറഞ്ഞാൽ ഇതാണ് കേരളത്തിൽ ഈ അഴിമതി ഒരു വാർത്തയല്ലാതായി മാറുകയാണ്. അപ്പോഴാണ് ഈ അഴിമതികളുടെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന ഇത്തരമൊരു പുസ്തകം വരുന്നത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. കോവിഡ് സമയത്തെ ക്രൈസിസ് മാനേജ്മെന്റ് ടീമിൽ അംഗമായിരുന്ന അദ്ദേഹം അന്ന് നടന്ന പർച്ചേസുകളിലെ വ്യാപകമായ അഴിമതിയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് PPE കിറ്റ് വാങ്ങിയ വകയിൽ, ഗ്ലൗസ് വാങ്ങിയ വകയിൽ, മാസ്ക് വാങ്ങിയ വകയിൽ കോടികളുടെ അഴിമതി നടത്തിയ കാര്യം CAG റിപ്പോർട്ടിൽ വന്നിരുന്നു. എന്നിട്ടും നമുക്കാർക്കും ഒരു കുരുക്കമില്ല. അത്തരം ഒരു സർക്കാരിനെയാണ് നമ്മൾ വീണ്ടും അധികാരത്തിൽ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ ഒരു വിഭാഗക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൈസ ഉപയോഗിച്ചിട്ട് 3-ാം തവണയും ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഗർവ് പ്രകടിപ്പിക്കുന്നത്. ഏതായാലും അത്തരം അഴിമതികളെക്കുറിച്ച് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അഴിമതിയുടെ മഹാസങ്കേതം എന്ന് പറയുമ്പോൾ പലരുടെയും മുഖംമൂടികൾ അഴിയാതെ ഇരിക്കില്ല. 5 സ്റ്റാർ ബാറിനൊപ്പം അതേ ഹോട്ടലിൽ ലോക്കൽ ബാറുകൾ പിറവിയെടുത്തതിന്റെ രഹസ്യം, ഭൂമി തരം മാറ്റി കൊടുക്കപ്പെടുമെന്ന് ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന ബോർഡിന്റെ പിന്നാമ്പുറ കഥകൾ, പലവട്ടം ഭൂമി വിതരണം ചെയ്തിട്ടും പട്ടയം നൽകിയിട്ടും ഭൂരഹിതരുണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം, അങ്ങനെ ഈ പുസ്തകം സർക്കാർ രഹസ്യങ്ങളുടെ കലവറയാണ്. അങ്ങനെ അത് സംബന്ധിച്ചുള്ള വാർത്തകളാണ്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്, വാർത്തകളല്ല, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ ഞായറാഴ്ച പതിപ്പിനെ സമ്പന്നമാക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.